ഹലോ ഫ്രണ്ട്സ്, സുനീറാസ് ബാംഗ്ലൂർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രസഗുള എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നല്ലൊരു ടേസ്റ്റിയും കൂടിയാണ്. ഇത് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പാല് 1 ലിറ്റർ, പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണിത്, പഞ്ചസാര 1.5 കപ്പ്, അതേ കപ്പിന് വെള്ളം 3 കപ്പ്. ഫസ്റ്റ് നമുക്ക് പാല് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാല് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം. നാരങ്ങാ നീരിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിരിഞ്ഞ് വന്ന പാല് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ തുണി നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് പിരിഞ്ഞ് വന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത നാരങ്ങയുടെ പുളിപ്പ് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടും ഒരു 3 പ്രാവശ്യം നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് നല്ല പോലെ കഴുകി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ വെള്ളം നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് അമർത്തി കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളായി എടുക്കണം. എന്നിട്ട് ഓരോന്ന് നല്ല ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഓരോന്നായി എല്ലാം റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രസഗുള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ രസഗുള ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ അടച്ചു വെക്കാം. അപ്പോഴേക്കും നല്ല പോലെ തണുത്ത് നമ്മുടെ രസഗുളയിൽ കറക്റ്റ് മധുരം പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രസഗുളയിൽ നല്ല പോലെ മധുരം എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.